31 ശ്ലോകം നമ്മൾ കുറച്ച് വായിച്ചതാണ്. അതിന്റെ ബാക്കി വായിക്കാം. ലോകം ഒരു നിയതിക്ക് വിധേയമാണ്. അതിന് പ്രകൃതി നിയമത്തിന് തെറ്റുപറ്റില്ല. മുൻപ് ചെയ്തു പോയ തെറ്റിന്റെ പാപത്തിന്റെ ശിക്ഷയാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ദുഃഖം എന്ന് ഹൈന്ദവ ആചാര്യന്മാർ പറയുമ്പോൾ നെറ്റി ചുളിക്കേണ്ട. മുജ്ജന്മത്തിൽ മറ്റൊരു ശരീരം കൊണ്ട് വേറൊരു ദേശത്തിൽ എന്നോ ചെയ്ത തെറ്റിനെ ഈ ജന്മത്തിൽ ഈ ശരീരം കൊണ്ട് ഇവിടെ വെച്ച് ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്ന് തീർച്ച, അന്ന് പാപം ചെയ്ത വ്യക്തിയും ഇന്ന് ദുഃഖം അനുഭവിക്കുന്ന വ്യക്തിയും രണ്ടല്ല. ഇരു വ്യക്തികളിലെയും പൊതു ഘടകം ഒന്ന് തന്നെയാണ്. ആ പൊതു ഘടകമത്രേ അന്ധകരണം, മനോബുദ്ധികൾ. ഈ പാരഗ്രാഫ് വായിച്ചപ്പോൾ നമുക്ക് എന്തോ മനസ്സിലാവും. ഈ കഴിഞ്ഞ ജന്മം ഏതോ ഒരു വേറെ ഏതോ ശരീരത്തിലിരുന്ന്, നമുക്കറിയത്തില്ല ഏത് ശരീരത്തിലിരുന്ന് ചെയ്ത് അന്ന് പിടിക്കപ്പെട്ടില്ലെങ്കിൽ അന്ന് അതിന് ശിക്ഷ, അതിനൊരു സമയം വരും. അന്ന് പിടിക്കപ്പെട്ടത് അന്നത്തെ നിയമം അനുസരിച്ച് പിടിക്കപ്പെട്ടില്ലെങ്കിൽ, പക്ഷേ ആ നിയമത്തിന്റെ പ്രശ്നമല്ല ഈ പറയുന്നത്. ആ ശരിയായിട്ടുള്ള ശിക്ഷ, ഈ ഒരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കർമ്മഫലം ഇത്ര ആ ഒരു ഡ്യൂറേഷൻ ഉണ്ട്. ആ ഡ്യൂറേഷൻ കഴിഞ്ഞേ വരത്തുള്ളൂ. അതിനുള്ളിൽ നമ്മൾ ശരീരം ഉപേക്ഷിക്കേണ്ട ഒരു നിലമ വന്നു കഴിഞ്ഞാൽ അടുത്ത ശരീരത്തിൽ, അപ്പം ആ സമയമാകുമ്പോൾ കർമ്മഫലം വന്നിരിക്കും. അപ്പം വേറൊരു ജന്മത്തിൽ വേറൊരു ശരീരത്തിലിരുന്ന് ചെയ്ത കർമ്മത്തിന്റെ ഫലം നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പം അത് അന്ന് അന്ന് ഈ വേറൊരു ശരീരത്തിൽ നിന്നാണ് ആ കർമ്മം ചെയ്തത്. വേറൊരു ശരീരത്തിൽ നിന്ന് ചെയ്ത കർമ്മം എന്നുവെച്ചാല് ആ കർമ്മത്തിന്റെ പുറകിൽ രണ്ട് വ്യക്തികളുണ്ട്, രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് സൂക്ഷ്മ ശരീരം, മനസ്സ്. ഒരു മനസ്സുകൊണ്ടാണ് ആ ശരീരത്തിനെ കൊണ്ട് ആ പ്രവൃത്തി ചെയ്യിപ്പിച്ചത്. അപ്പം ശരീരവും ആ മനസ്സും അതിന്റെ പാർട്ടാ. ഏത് അന്ന് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ആ കർമ്മത്തിന് രണ്ടുപേരും ഉത്തരവാദികളാ. അതിന്റെ മുഖ്യ ഉത്തരവാദി ഈ സൂക്ഷ്മ ശരീരം, മനസ്സാ. മനസ്സ് ആ ശരീരത്തിനെ കൊണ്ട് ഒരു കർമ്മം ചെയ്യിച്ചു. അപ്പം ഈ രണ്ടുപേരും ഉത്തരവാദികളാ ആ ശരീരത്തിലിരുന്ന് ചെയ്ത കർമ്മം. പക്ഷെ അതിന്റെ ഒരു ആ കർമ്മത്തിന്റെ ഫലം വരുന്നതിനുള്ളിൽ ആ ശരീരം ത്യജിക്കേണ്ടി വന്നു. അപ്പോൾ ആ ജീവാത്മാവ് ആ ശരീരം വിടുമ്പോൾ എങ്ങനെയാ ജീവാത്മാവിന്റെ അവസ്ഥ പോകുന്നത്? ആ ശരീരം വിട്ടു പോകുമ്പോഴേ സ്ഥൂല ശരീരം അവിടെ ഇട്ടേക്കും. സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും ആയിട്ടാണ് ഇത് പോകുന്നത്, ജീവാത്മാവ്. അപ്പം ആ സൂക്ഷ്മ ശരീരം ആ ജീവാത്മാവ് വേറെ ശരീരത്തിൽ കയറുന്നു, വേറെ സ്ഥൂല ശരീരം സ്വീകരിക്കുന്നു. അപ്പം ആ മനസ്സ് തന്നെ, ആ സൂക്ഷ്മ ശരീരം തന്നെയാണ് വേറെ ശരീരം എടുത്തിരിക്കുന്നത്. ആ ജീവാത്മാവ് ആ സഞ്ചിത കർമ്മം കാരണം ആ ആ സൂക്ഷ്മ ശരീരമാണ് വേറെ ശരീരത്തിലോട്ട് കയറുന്നത്. അപ്പം അവിടെ ആ ജീവാത്മാവിന്റെ കഴിഞ്ഞ കർമ്മം ചെയ്തതിന്റെ ഫലം അനുഭവിക്കണം. പക്ഷേ ആ ശരീരം കൊണ്ടല്ല, വേറെ ശരീരം കൊണ്ടാണ് അനുഭവിക്കുന്നത്. അപ്പൊ ഈ ശരീരം ഒരു ഉപകരണം മാത്രമാണ്. അപ്പം അതിന്റെ കാരണം, അപ്പൊ അന്നത്തെ ശരീരം അത് പോയി. ഇപ്പം ഈ അടുത്ത ശരീരം നമ്മൾ വിചാരിക്കും, ഞാൻ ഒന്നും ചെയ്യാതെ എനിക്ക് ഈ അനുഭവം വരുന്നു, എന്തിനാ ഈ അനുഭവം വരുന്നത്? നമുക്ക് ഒരു വ്യക്തതയില്ല. അപ്പൊ കഴിഞ്ഞ ജന്മം ചെയ്ത ആ ഒരു കർമ്മത്തിന്റെ ഫലം ഈ ജന്മം എനിക്ക് വന്ന് അത് എന്റെ പ്രാരബ്ധമായിട്ട് വന്നിരിക്കുക. അതാണ് നമ്മുടെ പ്രാരബ്ധം. പക്ഷെ എല്ലാം നമ്മളിപ്പം എന്ത് വന്ന ഇന്നലെ വരെ നമുക്ക് വന്ന അനുഭവങ്ങളെല്ലാം പ്രാരബ്ധം എന്ന് പറയാൻ പറ്റത്തില്ല. ഇന്നലെ വരെ നമ്മൾ അനുഭവിച്ച ജീവിതത്തിലെ ദുഃഖാനുഭവങ്ങളെല്ലാം കഴിഞ്ഞ ജന്മത്തിന്റെ തുടർച്ചയാന്ന് പറയാൻ പറ്റത്തില്ല. അതിനകത്തിലെ ചിലതൊക്കെ പ്രാരബ്ധം തന്നെ ആയിരുന്നു, പക്ഷെ ചിലതെല്ലാം ഈ ജന്മത്തിൽ നമ്മൾ കൂട്ടിയതിൻ്റെയാ, കർമ്മം ചെയ്തതിൻ്റെയാ. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലോ. കഴിഞ്ഞ ജന്മം എനിക്ക് ഞാൻ ഒരാൾക്ക് നല്ല ഒരു അടി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കർമ്മം ഒരാളുടെ ശരീരം ഞാൻ കാരണമില്ലാതെ ഒരു അഹങ്കാരത്തിന്റെ പുറത്ത് ഞാൻ ഒരാൾക്ക് ഒരു അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെന്നെ ആ ഒരു അടിയുടെ വേദന എനിക്ക് ഒരാളിൽ നിന്ന് എനിക്ക് അതേ അനുഭവം എനിക്ക് കിട്ടണം. അത് വേറൊരാളിൽ നിന്നാണ് കിട്ടുന്നത്. ഞാനൊരു മനുഷ്യന് കൊടുത്ത ഒരു അനുഭവം വേറൊരു മനുഷ്യനിൽ നിന്നേ എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ എനിക്ക് അതേ അനുഭവം തിരിച്ചു വരും. ആ കർമ്മഫലത്തിന്റെ സമയമാകുമ്പോഴേ, കർമ്മഫലം തിരിച്ചു വരേണ്ട സമയമാകുമ്പോൾ എനിക്ക് അടി തിരിച്ചു വരും. അപ്പോൾ ഈ ജന്മം ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഒരു അടി എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, നമുക്കറിയാമല്ലോ എത്രയോ പേര് അങ്ങനെ സംഭവങ്ങളുണ്ടല്ലോ. അപ്പം എനിക്ക് എന്നെ കൊണ്ട് അടിക്കുമ്പോഴേ നമ്മളിപ്പോൾ ഒരു വികാരത്തിലിരിക്കുക. ഞാനൊരു തെറ്റും ചെയ്തില്ല, എനിക്ക് ദേഷ്യം വരും. ഞാനൊരു മുൻകോപം. പറഞ്ഞോളൂ. അഞ്ചി ചപ്പാത്തി വെച്ചിട്ടുണ്ട്.
5 ചപ്പാത്തി വെച്ചിട്ടുണ്ട്. ലതികുച്ചമ്മ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അത് വെച്ചാല് സാരമില്ല. ബാക്കി ആ, ആ, ല- കഴിക്കാമെങ്കിൽ ലതികുച്ചമ്മ ഒന്ന് കഴിക്കൂ. മ്യൂട്ട് ചെയ്യണേ ഒട്ടും. അത് എടുത്ത് രാവിലെ ലതികുച്ചമ്മ ലതികുച്ചമ്മ ഒന്ന് മ്യൂട്ട് പേപ്പറിലിരിക്കുന്നുണ്ട്. ചെയ്തിട്ട് പറയണം കേട്ടോ. കുഞ്ഞമ്മയല്ല. ലതികുച്ചമ്മയല്ല, ലതികൊച്ചമ്മയാ. ലതികൊച്ചമ്മ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ആ ആ ആ അപ്പം മ്യൂട്ട് ഈ ചെയ്ത് മ്യൂട്ട് ചെയ്ത് എങ്ങനെടാ മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്യാനാണ്. മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലയോ? സാരമില്ല. ആ മ്യൂട്ടായി. കഴിഞ്ഞ ജന്മത്തിൽ എനിക്ക് ആ കർമ്മഫലം വരണമെന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോഴേ വരത്തുള്ളൂ. അതിനുള്ളിൽ ഞാൻ ആ ശരീരം ഉപേക്ഷിച്ചു. പക്ഷെ ആ ജീവാത്മ, ആ സൂക്ഷ്മ ശരീരവും കാരണ ശരീരമായിട്ട് ആ ജീവാത്മാവ് വേറെ ശരീരത്തെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അനുഭവിക്കുന്ന ആരാ? ഈ ജീവാത്മാവ് അനുഭവങ്ങളെല്ലാം അനുഭവിക്കുന്നത്. പക്ഷെ രണ്ട് ഇൻസ്ട്രുമെന്റ് ഉണ്ടായിരുന്നു. ഒന്നിനെ വിട്ടിട്ട് പോരുന്നു, ഒന്നിനെ എടുത്തുകൊണ്ട് വന്നു. ആ സൂക്ഷ്മ ശരീരം ഈ ജീവാത്മാവിന്റെ കൂടെ ഉണ്ട്. ആ സൂക്ഷ്മ ശരീരം വെച്ചാണ് ഒരു കർമ്മം ചെയ്തിരിക്കുന്നത് വേറൊരു ശരീരത്തിൽ കൂടി. അപ്പോൾ ആ കർമ്മത്തിന്റെ ഫലം ഈ ജന്മം ഞാൻ വേറെ ശരീരം എടുത്തെങ്കിലും ഈ ജീവാത്മാവിന് ആ അനുഭവം വരണം. അപ്പൊ പക്ഷെ ഇപ്പൊ എടുത്തിരിക്കുന്നത് വേറെ ശരീരമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്തുവാ, നമ്മുടെ ഈ ഒരു ഞാൻ കഴിഞ്ഞ ജന്മം ഒന്നും ചെയ്തതല്ലല്ലോ എന്ന് വിചാരിക്കും. ഞാൻ ഇപ്രാവശ്യം ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് എങ്ങനെ ഇത് അനുഭവം വന്നു? അപ്പോൾ അതാ പറഞ്ഞു, നമുക്കിങ്ങനെ വരുമ്പോഴേ എനിക്കൊരു അടി കിട്ടണമെന്ന് ഇരിക്കുന്നതിരിക്കട്ടെ. അപ്പം നമുക്ക് മുൻകോപമുള്ള ഒരാളായിരുന്നു ആ ഈ ജീവാത്മാ ഒരു മുൻകോപമുള്ള ആളാണെങ്കിലോ, ഒരാളിനെ അന്യായമാണെന്ന് അടിക്കുന്നു, തിരിച്ച് ദേഷ്യം വരും. അപ്പോൾ ഒരു മുൻകോപം വരും, നമുക്ക് പെട്ടെന്ന് വികാരം ഉണ്ടാവും. ആ ദേഷ്യത്തിനൊന്ന് ഒറ്റ ചവിട്ട് കൊടുത്തിരിക്കട്ടെ, മരിച്ചു പോകുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ ഇന്നത്തെ നിയമപ്രകാരം ജയിലിൽ പോകും. അപ്പോൾ ജയിലിൽ പോയി ഇരുന്നിട്ട് ഇതെന്റെ വിധിയാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാം പ്രാരബ്ധമല്ല. നമ്മൾ ചെയ്ത വികാരങ്ങളിൽ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളാണ് അധർമ്മം. അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കും, ഒന്നീ ഈ ജന്മം അല്ലെങ്കിൽ അടുത്ത ജന്മം. അതുകൊണ്ട് നമ്മളെല്ലാം വിധിയെ പഴിചാരം ഇത് ശരിയല്ല. നമ്മൾ ഇന്നലെ വരെയാണ് എൻ്റെ കഴിഞ്ഞ ജന്മം എന്ന് പറയുന്നത്. കാരണം എന്താ, ഞാൻ എൻ്റെ ചെറിയ ബാല്യത്തിൽ ഞാൻ വേറൊരു ശരീരത്തിലായിരുന്നു. ആ ശരീരം വിട്ടു. കൗമാരത്തിൽ വന്നപ്പോൾ വേറെ ശരീരം എടുത്തു. അപ്പൊ ഈ ജന്മം തന്നെ ഇന്ന് വരെ ഞാൻ ഇന്നലെ വരെ എത്രയോ ജന്മങ്ങളിൽ കൂടെ കടന്നു വന്നു. കഴിഞ്ഞ ജന്മത്തിന്റെ മാത്രം കാര്യമല്ല, ഇപ്പൊ ജനിച്ചപ്പോ തൊട്ട് തന്നെ ഞാൻ പല ജന്മങ്ങൾ എടുക്കുക. ജന്മങ്ങൾ തുടങ്ങുന്നത് എന്തുവാ? ജനിച്ചത് ആരാ? ശരീരങ്ങൾ ജനിക്കുന്നു. ജീവാത്മാവ് ജനിച്ചതല്ല. ഞാൻ പല പല ശരീരങ്ങൾ എടുത്തു. കഴിഞ്ഞ ജന്മത്തിലും എടുത്തു, ഈ ജന്മത്തിലും ഞാൻ പല പല ശരീരങ്ങളിൽ കൂടി മാറി മാറി വന്നുകൊണ്ടിരിക്കുക. ഏതോ ഒരു ശരീരത്തിൽ നിന്ന് ചെയ്ത കർമ്മഫലം, ചെയ്ത കർമ്മത്തിന്റെ ഫലം ഞാൻ വേറെ ശരീരത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വരിക. ഞാൻ കൊച്ചിലെ ഞാൻ ഒരു 10 വർഷം മുമ്പ് ആരെങ്കിലും കൊന്നിട്ടുണ്ടെന്നിരിക്കട്ടെ, ആരെങ്കിലും ഒരു കുത്തുവോ വെടിക്കുകയോ, അന്ന് അത് പിടിക്കപ്പെട്ടില്ല. പക്ഷെ അതിന്റെ ഫലം എനിക്ക് തീർച്ചയായിട്ടും ഒരു സമയം കഴിയുമ്പോൾ എനിക്ക് അത് എത്തിക്കഴിയും. ആ കർമ്മഫലം എന്നെ തിരിച്ചെത്തും. ഞാൻ ഒരാൾക്ക് കൊടുത്ത പെയിന്, ആ വേദന എന്നിൽ തിരിച്ചെത്തും. അതിന് അപ്പോൾ എൻ്റെ കർമ്മഫലം അപ്പോൾ ഇതിനാണ് നമ്മൾ ഇന്നലെ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഞാൻ ഇന്ന് അനുഭവിക്കുന്നെങ്കിൽ നാളെ എൻ്റെ ജീവിതം എങ്ങനെ ഇരിക്കണമെന്ന് എനിക്ക് ഇപ്പം നിശ്ചയിക്കാം. ഇപ്പൊ ഇന്ന് തൊട്ട് നമ്മുടെ കർമ്മങ്ങളെ റിഫൈൻ ചെയ്യാൻ തുടങ്ങിയാൽ, എങ്ങനെയാ റിഫൈൻ ചെയ്യുന്നത്? അത് കർമ്മയോഗം. അതാണ് ഇപ്പൊ കൃഷ്ണനകത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏത് മനോഭാവത്തിൽ നീ കർമ്മം ചെയ്യണം? നിന്റെ വാസനയാ. നിന്റെ സ്വധർമ്മം അനുഷ്ഠിക്കണം. നീ സ്വധർമ്മം എന്ന് വെച്ചാൽ എന്തുവാ? എൻ്റെ വാസനയാ. എൻ്റെ വാസനകളെ അനുഭവിക്കാനാണ് നമ്മൾ ജന്മം എടുത്തിരിക്കുന്നത്. പക്ഷെ ഈ വാസനകളെ ഏത് മനോഭാവത്തിലാണ് അനുഭവിക്കേണ്ടതെന്നുള്ളതാ, അത് വളരെ ഇമ്പോർട്ടൻ്റാ. നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ എനിക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്നത് രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്ന് അധർമ്മത്തിന്റെ പാതയിലും, എന്നുവെച്ചാൽ ഇഷ്ടാനിഷ്ടത്തിന്റെ പാതയിലും, അല്ലെങ്കിൽ എൻ്റെ എമോഷൻസിന്റെ പാതയിലും. രണ്ടാമത്തെ വിവേകത്തിലും. ഒരേ സംഗതി എനിക്ക് രണ്ട് വിധം ചെയ്യാൻ പറ്റും. അത് മനുഷ്യന് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്നലത്തെ അനുഭവം, ഇന്നലെ വരെയുള്ള അനുഭവത്തിന്റെ ഞാൻ ഇന്ന് ചെയ്ത കർമ്മത്തിന്റെ ഫലം ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നാളെ അനുഭവിക്കേണ്ടതൊക്കെ ഇന്നത്തെ കർമ്മത്തിന്റെ ഫലം മാത്രമല്ല നാളെ ഏതോ നേരത്തെ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഭാവിയിൽ വരാനൊക്കും. പക്ഷേ ഇന്ന് തൊട്ട് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെയാണെങ്കിൽ ആ ഫലം വന്നു പോയിട്ട് അൾട്ടിമേറ്റ്ലി ഞാൻ എൻ്റെ ജീവിതത്തെ സ്വസ്ഥതയിലോട്ട് നീക്കും. അപ്പം കർമ്മഫലം വെച്ചാൽ ഒരു ഈശ്വരൻ നമുക്ക് പ്രദാനം ചെയ്യും. ഒരു ഈശ്വരനും അല്ല നമ്മളെ ശിക്ഷിക്കുന്നത്, നമ്മുടെ തന്നെ കർമ്മഫലം തിരിഞ്ഞു കുത്തുകയാണ്. ഞാൻ ചെയ്ത ഒരു പെയിൻ, ഞാൻ ഒരാൾക്ക് കൊടുത്തൊരു പെയിൻ എനിക്ക് ദുഃഖാനുഭവമായിട്ട് തന്നെ തിരിച്ചു വരും.
അപ്പൊ നമ്മൾ ഈ ദുഃഖാനുഭവം കൊടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അത് വിവേകത്തിൽ പ്രവർത്തിക്കണം. വിവേകത്തിൽ പ്രവർത്തിച്ച് ഒരാൾക്ക് ഒരു ദുഃഖാനുഭവം വന്നാലും, ഇപ്പൊ ഞാൻ പറയാം, പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ഈ പാണ്ഡവർ ധർമ്മപക്ഷത്തിൽ നിന്നുകൊണ്ടാണ് മറ്റുള്ളവരെ കൊല്ലുന്നത്. ആ പാപം ഇവർക്ക് തിരിച്ചു വരത്തില്ല. നമ്മൾ ധർമ്മത്തിന്റെ പാതയിലാണെങ്കിൽ, ധർമ്മത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ, എന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടിയല്ല, ധർമ്മത്തിന് വേണ്ടിയായിരിക്കണം. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ നില എന്നെ നിലത്തുന്ന ഒരു ശക്തിയുണ്ട്, അതിൻ്റെ സംരക്ഷണത്തിലായിരിക്കണം. വെച്ചാൽ ഞാൻ വിത്ത് വാല്യൂസിലായിരിക്കണം, ധാർമ്മിക മൂല്യങ്ങളിലായിരിക്കണം. ഈ സനാതനധർമ്മം അതാണ് നമ്മൾ ഈ വേറൊരു ഭക്തിയോഗത്തിൽ വരും 36 ഘടകങ്ങളുണ്ട്. ഇതെല്ലാം ഈ വാല്യൂസിലായിരിക്കണം എൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ അഹന്താ മമതയിലായിരിക്കരുത്, ഞാൻ എൻ്റെ ഭാവം അതിലായിരിക്കരുത് കർമ്മങ്ങൾ ചെയ്യുന്നത്. എനിക്ക് രണ്ട് രീതിയിൽ ആഗ്രഹങ്ങളെ സഫലീകരിക്കാം. ഒന്ന്, എനിക്കിത് കിട്ടിയേ പറ്റൂ, എനിക്കിത് ഞാൻ അനുഭവിക്കുന്നു, ഇത് എൻ്റെ ആഗ്രഹമാണ്, ഇത് നടക്കേണ്ടതാണ്. ഈ ജന്മം, ഈ എൻ്റെ വന്ന സ്വധർമ്മം ഞാൻ അനുഷ്ഠിക്കേണ്ടത് ഏതിൽ അനുഷ്ഠിക്കണം? ഈ ഈശ്വര ചൈതന്യത്തിലാണ് ഞാൻ അനുഷ്ഠിക്കുന്നത്, അല്ല എൻ്റെ മിടുക്കുകൊണ്ടല്ല. ഈ ഞാൻ ചൈതന്യവത്തായിട്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത് അനുഭവം വരുന്നത്. അപ്പോൾ അതിൻ്റെ എപ്പോഴും ആ ബേസിലായിരിക്കണം കർമ്മം ചെയ്യേണ്ടത്. അതിനെ ആ വിവേകത്തിൽ കർമ്മം ചെയ്യാന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ രീതിയിൽ, അപ്പം നമ്മൾ എങ്ങനെ നമ്മുടെ സ്വധർമ്മത്തിനെ, ആഗ്രഹങ്ങളെ എങ്ങനെ നിവൃത്തി വരിക്കണം, എങ്ങനെ നമ്മൾ സഫലീകരിക്കണം എന്നുള്ളതാണ് കർമ്മയോഗം. അടുത്ത ചാപ്റ്റർ അത് തന്നെയാണ്. അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ബോധപൂർവം ചെയ്യപ്പെടുന്ന ഓരോ കർമ്മവും അത് ചെയ്യുന്ന ആളുടെ മനസ്സിൽ അയാളുടെ ഉദ്ദേശത്തിന്റെ മട്ടനുസരിച്ച് അതിൻ്റെതായ ഒരു സംസ്കാരം നിക്ഷേപിക്കുന്നു. അങ്ങനെ കർമ്മം കൊണ്ട് ഉള്ളിൽ ഊറിക്കൂടിയ സംസ്കാര സഞ്ചയത്തെ എന്നുവെച്ചാൽ അതിനെ വാസനകളെ കർമ്മം കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യാനാണ് നാമെല്ലാം ജീവിതത്തിലെ നിശ്ചിത കർമ്മരംഗങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മളിവിടെ ജനിക്കാൻ കാരണം നമ്മുടെ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയാ. നമ്മൾ ചെയ്തു കൂട്ടിയ പുണ്യപാപങ്ങളുടെ ഫലം അനുഭവിക്കാൻ ഞാൻ വേറെ ജന്മം എടുത്തേ പറ്റൂ. എന്നിൽ നിന്ന് പോയാലും തിരിച്ചെത്തണം. അതിനുവേണ്ടിയാണ് നമ്മൾ ജന്മങ്ങൾ എടുക്കുന്നത്. എന്നുവെച്ചാൽ എൻ്റെ ആഗ്രഹങ്ങളല്ലാത്തതും ഇപ്പം അനുകൂലവും പ്രതികൂലവും. അനുകൂലമാണ് എൻ്റെ ആഗ്രഹങ്ങൾ, എനിക്ക് പ്രതികൂല അനുഭവങ്ങൾ വരും. എനിക്കും പെയിൻ കിട്ടും. ഞാൻ പെയിൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരാൾക്ക് നല്ലൊരു പുണ്യപ്രവൃത്തി ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു പുണ്യപ്രവൃത്തിക്ക് എനിക്ക് അനുഭവം ഉണ്ടാവും. ഞാൻ ഒരാൾക്കൊരു പെയിനോ അല്ലെങ്കിൽ ഒരു അധർമ്മ പ്രവൃത്തി ഞാൻ ഒരാളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് അനുഭവം തിരിച്ചെന്നിൽ വന്നെത്തും. അതേപോലെ വ്യക്തികളിൽ കൂടെ, അതേ വ്യക്തി ആവണമെന്നില്ല, വേറൊരു വ്യക്തി കൂടെ എനിക്ക് അതേ അനുഭവം ഉണ്ടാവും. അപ്പോൾ ഇതിനെ നമ്മൾ അക്സെപ്റ്റൻസ് വേണം. ഇപ്പം നമ്മൾ അതിനെ വികാരത്തിൽ പ്രതികരിക്കരുത്, വിവേകത്തിൽ പ്രതികരിക്കണം. അതിനെ ഇംഗ്ലീഷിൽ റിയാക്ട് ചെയ്യരുത്. ഡോണ്ട് റിയാക്ട് എന്ന് പറയുന്നത് അത് എമോഷൻസിന്റെ വഴിയിലുള്ള. റെസ്പോണ്ട് എന്ന് പറയുന്നത് വിവേകത്തിന്റെ വഴിയിലുള്ളതാണ്. വൈസായിട്ടുള്ള ആക്ഷനെ പറയുന്നതാണ് റെസ്പോണ്ട് എന്ന് പറയുന്നത്. ഈ സംസ്കാരം അതാ. ബോധപൂർവം ചെയ്യപ്പെടുന്ന ഓരോ കർമ്മവും അത് ചെയ്യുന്ന ആളുടെ മനസ്സിൽ അയാളുടെ ഉദ്ദേശത്തിന്റെ മട്ടനുസരിച്ച് അതിൻ്റെതായ സംസ്കാരം നിക്ഷേപിക്കുന്നു. എന്തുവാ? ബോധപൂർവം ചെയ്യപ്പെടുന്ന ഓരോ കർമ്മം അത് ചെയ്യുന്ന ആളുടെ മനസ്സിൽ അയാളുടെ ഉദ്ദേശത്തിന്റെ മട്ടനുസരിച്ച്. ഉദ്ദേശമാണ് അത്. അപ്പോൾ നമ്മളൊരു കർമ്മമല്ല ആ കർമ്മത്തിനെ കർമ്മമാക്കുന്നത്, അതിൻ്റെ പുറകുള്ള ഉദ്ദേശശുദ്ധിയാണ്. നമ്മളൊരു നമ്മൾ പറയും ദാനങ്ങൾ ചെയ്യും, പുണ്യകർമ്മങ്ങളാണ് ദാനം ചെയ്യുന്നത്. നമ്മൾ ദാനം ചെയ്യാറുണ്ട്. പക്ഷെ ഈ ദാനം ചെയ്യുമ്പോൾ ഉള്ള മനോഭാവം എന്തുവാ? ഒന്നീ പുണ്യം ചേർക്കണം, അല്ലെങ്കിലോ എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ ദാനധർമ്മിഷ്ഠാന്ന് കാണിക്കണം. ഈ രണ്ട് മനോഭാവമാണെങ്കിൽ അത് ദാനമാകത്തില്ല. നമ്മൾ പുണ്യം ചേർക്കാൻ വേണ്ടി ദാനം ചെയ്യുന്നു, അതും ദാനമല്ല. ഞാൻ ദാനധർമ്മിഷ്ഠാന്ന് കാണിക്കാൻ വേണ്ടി വേറെ കുറെ ഈ ഭക്തിപദ്ധതി തന്നെ വരും, ഇതിൻ്റെ എല്ലാം എക്സ്പ്ലനേഷൻ വരും. ഞാൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നു. അപ്പം നമ്മൾ കാലുകൊണ്ട് ഇതിൻ്റെ കർമ്മം മാത്രം, അതിൻ്റെ പുറകുള്ള ഉദ്ദേശ ശുദ്ധിയാണ് ആ കർമ്മത്തിന്റെ ഫലം നിശ്ചയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അയാളുടെ ഉദ്ദേശത്തിന്റെ മട്ടനുസരിച്ച് അതിൻ്റെതായ സംസ്കാരം നിക്ഷേപിക്കുന്നു. ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ട് ഉള്ളിൽ ഊറിക്കൂടിയ സംസ്കാര സഞ്ചയത്തെ, വാസനകളെ കർമ്മം കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യാനാണ് നാം എല്ലാം ജീവിതത്തിലെ നിശ്ചിത കർമ്മരങ്ങളിൽ എത്തിച്ചേർക്കുന്നത്. ആ കർമ്മവാസനകളെ എങ്ങനെയാണ് നിർമ്മാർജ്ജനം ചെയ്യേണ്ടേ? കർമ്മത്തിൽ കൂടെ ഒക്കത്തുള്ളൂ.
നമ്മൾ ചുമ്മാ ഇരുന്നിരുന്ന് അയ്യോ എൻ്റെ ക്ഷമിച്ചേക്കണേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കർമ്മത്തിൽ കൂടെ ആ റിപ്പൻറ്റൻസ്, ആ പശ്ചാത്താപം എൻ്റെ കർമ്മത്തിൽ കൂടെ വരണം. എന്നുവെച്ചാൽ വാല്യൂ ബേസ്ഡ് ആയിരിക്കണം, മൂല്യത്തിൽ അധിഷ്ഠിതമായി വേണം നമ്മൾ പശ്ചാത്തപിക്കാൻ. അല്ലാതെ ചുമ്മാ ഇരുന്ന് നമ്മൾ പ്രാർത്ഥന കൊണ്ട് ഒരു ഫലവും ഇല്ല. അപ്പം ആ വാസനകളെ കർമ്മം കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യാനാണ് നാം എല്ലാം ജീവിതത്തിലെ നിശ്ചിത കർമ്മരങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ തുറകളിലാണ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എത്തിച്ചേരുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെയുള്ള കർമ്മവാസനകൾ ഇല്ലാതാക്കാനാ, അല്ലാതെ കൂട്ടാനല്ല. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്തുവാ? ഇല്ലാതാക്കുന്നതിനും കൂട്ടിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലെ പാപവാസനകൾ കഴുകിക്കളയുന്ന പാവന ജലമത്രേ സങ്കട കണ്ണീർ. സ്വന്തം പാപവാസനകളുടെ തോതനുസരിച്ച് ദുഃഖിക്കാനുള്ള സാഹചര്യവും കരയാനുള്ള അവസരവും ഓരോ ആൾക്കും സ്വജീവിതത്തിൽ വന്നു ചേരും. വാസ്തവത്തിൽ അവ ദുഃഖകരങ്ങളായിരുന്നില്ലെന്ന് പിൽക്കാലത്ത് മനസ്സിലാവുകയും ചെയ്യും. കണ്ണീരിൽ കഴുകി ശുദ്ധമായ മനസ്സ് ജീവിതാനുഭവങ്ങളുടെ അർത്ഥം ശരിക്കും ഗ്രഹിക്കാൻ സമർത്ഥമായി തീരുന്നു. ശരിക്കും ആലോചിച്ചാൽ ദുഃഖിക്കത്തക്ക ഒന്നും ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെന്ന് കാണാം. ഉള്ളിലെ പാപവാസനകളെ ആണ് മനുഷ്യനെ ദുഃഖിപ്പിക്കുന്നത്, സാഹചര്യമല്ല. ഈ പാപവാസന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മത്തിന്റെ ഒരു ദുഃഖാനുഭവം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഞാൻ ഒരാൾക്ക് ഒരു പെയിനായിട്ടുള്ള ഒരാളെ വഞ്ചിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരാളെ ചീറ്റ് ഒരു ദുഃഖാനുഭവം കൊടുത്തു. ഞാനൊരു നെഗറ്റീവ് അനുഭവമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ആ നെഗറ്റിവിറ്റി എന്നിൽ തങ്ങി നിൽക്കും. നമ്മൾ വിചാരിക്കുന്ന ഞാൻ അവിടെ പോയെന്ന ഈ അനുഭവം എന്നിലുണ്ട്. ഈ ഞാൻ ഉണ്ടാക്കിയ ഒരു അനുഭവം അത് എന്നിൽ തന്നെ പ്രകടമാവും അതിൻ്റെ ഒരു സമയം വരുമ്പോൾ. ഈ ഇങ്ങനെ കൂട്ടിയ ഞാൻ പെയിൻഫുള്ളായിട്ട് അനുഭവങ്ങളാണ് പാപചിന്തകൾ. ആ പാപമാണ്, അതിനെയാണ് പാപം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിപ്പം പാപത്തിന് നമ്മൾ വരയ്ക്കും നമ്മുടെ ദുഃഖാനുഭവങ്ങൾ നമ്മളായിട്ട് വരുത്തി വെച്ച ദുഃഖാനുഭവങ്ങളെയാണ് ഈ പാപം എന്ന് പറയുന്നത്. ആ ദുഃഖഭാരമാണ് പാപഭാരം. എൻ്റെ പാപം എന്ന് വെച്ചാൽ എൻ്റെ ദുഃഖമാണ്. ഈ ദുഃഖം എങ്ങനെ ഉണ്ടായി? ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തതാണ് എൻ്റെ ദുഃഖം. മറ്റുള്ളവർക്ക് കൊടുത്ത ആ ദുഃഖം എന്നിലും ആ പാപമായിട്ട് നിലനിൽക്കുക. ഞാൻ എൻ്റെ മനസ്സിൽ ദുഃഖം ഉണ്ടെങ്കിൽ എൻ്റെ കാരണം എന്താ? ഞാൻ വേറെ ആർക്കോ ദുഃഖങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതാണ് എന്നിൽ പാപമായിട്ട് നിൽക്കുന്നത്. എനിക്കുള്ള ചില സ്വസ്ഥതകളോ അല്ലെങ്കിൽ സമാധാനം എവിടെ നിന്ന് വേണം? ഞാൻ ആർക്കോ കൊടുത്തത് സ്വസ്ഥതയാണ് എനിക്ക് സമാധാനം, അത് പുണ്യമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ പുണ്യപാപ ചിന്തകൾ നമ്മൾ ഉള്ളിൽ തന്നെ ഉണ്ട്, നമ്മളിൽ നിന്ന് പോയതാണ്. അത് തിരിച്ച് ആ സമയമാകുമ്പോൾ പ്രകടമാവും. അതിനുവേണ്ടിയാണ് നമുക്ക് ഓരോ സിറ്റുവേഷൻ ഉണ്ടാവും, നമ്മൾ കരയുന്നു, കഥ പറയുന്നത്. അതൊക്കെ അതിനുള്ള എല്ലാത്തിനും ഇവിടെ അനുഭവിക്കാനുള്ളത് ജന്മം എടുത്തേക്കുന്നത്. അതിനകത്ത് ഒന്നും ഒളിച്ചോടാൻ നമുക്ക് സാധ്യമല്ല. ഒളിച്ചോടിയാലോ പിന്നെയും ജന്മം എടുക്കേണ്ടി വരും ഇതേ അനുഭവത്തിന് വേണ്ടി. അപ്പോൾ എല്ലാത്തിനെയും പ്രസാദ ബുദ്ധിയിൽ അനുഭവിക്കാൻ നമ്മൾ തയ്യാറാണ്. ഈ കർമ്മത്തിൻ്റെ രഹസ്യവും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ രഹസ്യവും ജീവിതത്തിൻ്റെ ലക്ഷ്യമൊക്കെ തിരിച്ചറിയുമ്പോഴേ ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിലോ നമ്മുടെ നോർമൽ ലൈഫ്, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, രാത്രി ഉറങ്ങുന്നു, ഇങ്ങനെ ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, ജന്മങ്ങളെ കൂട്ടിക്കൊണ്ടിരിക്കും. ഇതെല്ലാം തിരിച്ചറിഞ്ഞാലോ നമ്മൾ സൂക്ഷ്മം നമ്മുടെ കർമ്മങ്ങളെ നിരീക്ഷിക്കാൻ തുടങ്ങും. ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇതാണ് ഈ റിഫോർമേഷൻ വരുന്നതിൻ്റെ കാരണം. നമ്മൾ റിഫൈൻ ചെയ്യണം, എന്നാലേ നമ്മുടെ ജന്മം ഉയരത്തുള്ളൂ. റെക്കോർഡ് പ്ലെയറിൽ ഒരു ഗ്രാമഫോൺ റെക്കോർഡ് ഉണ്ടെന്നത് കൊണ്ട് മാത്രം പാട്ട് കേൾക്കില്ല. അതെടുത്ത് ഡിസ്കിൽ വെച്ച് വേണ്ട വേഗതയിൽ തിരിച്ചാലും പാട്ട് വരില്ല. സൂചിയുമായി ബന്ധപ്പെട്ടാൽ മാത്രമേ അതിലെ പാട്ട് പുറത്തു വരികയുള്ളൂ. ഡിസ്കിൽ അവ്യക്താവസ്ഥയിലിരിക്കുന്ന പാട്ട് സൗണ്ട് ബോക്സിലൂടെ പ്രകടമാകുന്നു. ഇതാണ് നമ്മുടെ ഒരു ഗ്രാമഫോൺ, പണ്ടത്തെ ആ ഇൻസ്ട്രുമെന്റ്. ആ ഡിസ്കിൽ പാട്ടുണ്ടാവും, അതൊരു നിശ്ചിത സ്പീഡിൽ ഓടിയാലേ അതിൻ്റെ ഇത് വരത്തുള്ളൂ. പക്ഷെ നിശ്ചിത സ്പീഡിൽ ഓടിയാലും സൗണ്ട് വരുമോ? ആ നീഡിലെടുത്ത് ആ റെക്കോർഡിൽ കണക്ട് ചെയ്യണം, എന്നാലേ പാട്ട് സൗണ്ട് ബോക്സിലൂടെ വരത്തുള്ളൂ. ആ നീഡിൽ പോലാണ് അതാ പറഞ്ഞത്. അതുപോലെ മനസ്സിൽ അവ്യക്താവസ്ഥയിലിരിക്കുന്ന വാസനകൾ സുഖകരമോ ദുഃഖകരമോ ആയി പ്രകടമാവുന്നത് അഹന്തയാവുന്ന സൂചിയുമായി ബന്ധപ്പെടുമ്പോഴാണ്. ഈ സൂചി അതാണ് നമ്മുടെ അഹന്തയാണ് അനുഭവിക്കുന്നത്, അഹന്തയാണ് അഹങ്കരിക്കുന്നത്, അഹന്തയാണ് ദുഃഖിക്കുന്നത്. എന്നുവെച്ചാൽ ഞാനെന്ന ഭാവം, ഈഗോ ആണ് എലിവേറ്റ് ആവുന്നത്, ഈഗോ ആണ് ഡിപ്രസ്ഡ് ആവുന്നത്. അപ്പോൾ ഈ അനുഭവങ്ങളൊക്കെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഉള്ളിലുണ്ട്. നമ്മുടെ അഹന്ത ഈ ബാല്യത്തിൽ അത് മുളയ്ക്കുന്നില്ല, അഹന്തയില്ല. കുഞ്ഞുങ്ങളെല്ലാം ദൈവികമായിട്ടുള്ള, അവർക്ക് ഞാനെന്ന ഭാവമില്ല.
ദൈവിക അതാ അതിന്റെ ഈ അഹന്ത വരുന്നതോടുകൂടിയാണ് നമുക്ക് ഈ സുഖവും ദുഃഖവും അനുഭവിച്ചു തുടങ്ങുന്നത്. എന്നുവെച്ചാല് നമ്മളിൽ ആ കുട്ടികൾക്കും സുഖവും ദുഃഖവും ഉണ്ട്. പക്ഷെ അതിന്റെ എൻ്റെ ഒരു അനുഭവമായിട്ട് മാറുന്നത് കുട്ടികളുടെ നമ്മൾ കൊച്ചിലെ ഇരിക്കുന്ന കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള സുഖവും ദുഃഖവും വരുന്നുണ്ടെങ്കിലും നമ്മൾ തങ്ങി നിൽക്കത്തില്ല. ഇന്ന് നമ്മൾ വൺസ് നമ്മൾ ഒരു പക്വത വന്നു കഴിഞ്ഞാലോ, ഞാൻ കൊച്ചിലെ എനിക്ക് ഓർമ്മ വെച്ച കാലത്ത് ഞാൻ അനുഭവിച്ചതെല്ലാം എനിക്ക് ഇന്ന് ആ ദുഃഖാനുഭവമായിട്ട് നിലനിൽക്കും. അല്ലെങ്കിൽ സുഖം വന്നതൊക്കെ അത് ഇപ്പോഴും നിലനിൽക്കും. അതേസമയത്ത് കുട്ടിക്കാലത്ത് ഒരു വയസ്സിലും 2 മാസത്തിലും 3 മാസം ഞാൻ കരഞ്ഞതിനെ കുറിച്ചോ ചിരിച്ചതിനെ കുറിച്ചോ എനിക്ക് എൻ്റെ അനുഭവം ഉണ്ടോ? ഇല്ല. അന്ന് ഉണ്ടായ ചിരിയും കരച്ചിലും അന്ന് എൻ്റെ മനസ്സിലില്ല. എനിക്ക് എന്നാണോ പക്വത വന്നത്, ബുദ്ധിക്ക് പക്വത വന്നത് എന്ന് ഏത് അനുഭവം മനസ്സുറച്ചോ അതിന് മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ ഓർക്കാൻ കഴിയുന്നത്. അതാണ് എൻ്റെ അനുഭവമായിട്ട് നിലനിൽക്കുന്നത്. അതാണ് സഞ്ചിത കർമ്മമായിട്ട് മാറുന്നത്. കാരണം അഹന്താമമതയിൽ ഉണ്ടാക്കുന്ന ഇതാണ് പുണ്യവും പാപവും. ഇപ്പം ഇതാണ് നമ്മൾ രക്ഷിക്കുക. നമ്മുടെ ഈഗോ ഉള്ളി ഇന്ററാക്ഷന് വേണ്ടി മാത്രമായിരിക്കണം. അല്ലാതെ അത് കർമ്മത്തിന്റെ പുറയിൽ ഈ ഈഗോ വെച്ച് പെരുമാറിയാൽ അതിൽ എന്നിൽ പാപചിന്തകൾ ഉടലെടുക്കും, കർമ്മഫലങ്ങൾ ഉടലെടുക്കും. അതാ എൻ്റെ ജീവിത ദുരിതത്തിന് കാരണം. മുൻ ശ്ലോകത്തിൽ സൂചിപ്പിച്ച പോലെ ഏത് സാഹചര്യത്തിലും തികഞ്ഞ സമചിത്തത പാലിക്കുന്ന യോഗി ബുദ്ധിപരമായ സുഖദുഃഖ ചിന്തകളോ മാനസികമായ ജയാജയ സങ്കല്പങ്ങളോ ശാരീരികമായ ലാഭാലാഭഭാവങ്ങളോ അലട്ടാത്ത തൻ്റെതായ ഒരു ലോകത്തിൽ അനന്യസാധാരണമായ പ്രശാന്തി അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഇതാണ് മെക്കാനിസം. നമ്മൾ എന്തിനാ ഈ സമചിത്തത എന്നുവെച്ചാൽ എന്തുവാ? സമചിത്തത, ബാലൻസ്ഡ് മൈൻഡ് വെച്ചാല് സുഖവും ദുഃഖത്തിനെയും ഒരേപോലെ കാണുന്ന അവസ്ഥ, സാമ്യാവസ്ഥ. അവിടെ ആരാണ് സുഖിക്കുന്നത്, ആരാണ് ദുഃഖിക്കുന്നത്? ഞാനാണ് സുഖിക്കുന്നത്, ഞാനാണ് ദുഃഖിക്കുന്നത്. ഇതിന് ഈ ഞാനെന്ന ഭാവം ഇല്ലെങ്കിലോ, ഞാൻ സുഖിക്കുന്നുമില്ല ദുഃഖിക്കുന്നുമില്ല. അവിടെ ഇതിന് ഈ പെയർ ഓഫ് ഓപ്പോസിറ്റ്സിന് സ്ഥാനമില്ല. അവിടെ ശാന്തതയാണ് ഉള്ളത്. ഇപ്പം നമ്മൾ ഇതിന് ഈ ശരീരം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ ഇപ്പം ഞാൻ പ്രാരബ്ധം അനുഭവിച്ച് ഈ ശരീരം നേരിടും. പക്ഷെ എൻ്റെ മനസ്സിനെ ഞാൻ ഈശ്വരനിൽ ഉറപ്പിച്ചാലോ, എന്നുവെച്ചാൽ ഈ ധാർമ്മിക വാല്യൂസിൽ ഞാൻ നിന്നാലോ, ഞാൻ ഈശ്വരന്റെ ചൈതന്യമാണെന്നുള്ള പറ്റേതങ്ങ് ഞാൻ വാസനയോട് ചേർന്നിരിക്കുമ്പോൾ ഞാൻ ലിമിറ്റഡാണ്. നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കണം. ഞാൻ ഈശ്വരന്റെ അംശമാണ്. ഞാൻ കഴിഞ്ഞ ജന്മം ഇതുവരെ ഉണ്ടാക്കിയ സഞ്ചയിച്ച് കർമ്മഫലങ്ങളെല്ലാം പ്രാരബ്ധമായി വന്നു ചേർന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? ഈ പ്രാരബ്ധത്തിൽ നിന്നും എനിക്ക് ഉയർന്ന് എന്നെ ഈശ്വരനോട്ട്, ഇതൊക്കെ പ്രാരബ്ധം എന്താ? മാലിന്യമാണ്. അപ്പൊ ഞാൻ ഈശ്വരന്റെ അംശമാണെന്നുള്ള ഈ മനുഷ്യന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു വിവേകബുദ്ധിയുള്ളത്. ഇപ്പൊ ഞാൻ ഈശ്വരന്റെ ഇതാണെന്ന് ആ ശാസ്ത്ര വിധിപ്രകാരം നമ്മൾ ഇതിനെല്ലാം മനസ്സിലാക്കി എൻ്റെ മനസ്സിനെ പരിശീലനത്തിൽ കൂടെ ഞാൻ ഈശ്വരന്റെ അംശമാണെന്നുള്ള ഉറപ്പ് വന്നാൽ എന്നെ ഈ ഫലങ്ങളൊന്നും, ഈ പുണ്യപാപ ഫലങ്ങളൊന്നും തീണ്ടത്തില്ല. അതിന് വരണമെന്നുണ്ടെങ്കിലോ ഈ മനസ്സിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സമചിത്തതയിൽ കൊണ്ടുവരണം. സുഖത്തിൽ എലിവേറ്റ് ആവുകയോ ദുഃഖത്തിൽ ഡിപ്രസ്ഡ് ആവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ആ ഒരു സാമ്യാവസ്ഥ, രണ്ടിലും ഒരേ മനോഭാവം നിലനിർത്താൻ നമ്മൾ പരിശീലിച്ചാൽ എന്നെ ഇതൊന്നും അലട്ടത്തില്ല. അതാണ് ഇതിൻ്റെ മെക്കാനിസം. അത് മനുഷ്യന് മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ബുദ്ധിയിൽ. ബാക്കി എല്ലാ ജീവികൾക്കും ഇൻ്റലക്റ്റ് ഉണ്ടെങ്കിലും ഈ വിവേകബുദ്ധി, ഈ തിരിച്ചറിവ് ഈ മനുഷ്യന്മത്തിൽ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ ഈ മനുഷ്യന്മം കിട്ടിയതിൻ്റെ ഒരു മഹത്വം എന്തുവാ? നമ്മൾ ആർജിച്ചു വന്ന കർമ്മഫലത്തിനെയെല്ലാം തള്ളിക്കളഞ്ഞ്, അതാ നമുക്ക് ഈ ജ്ഞാനാക്തി ഇതങ്ങ് എരിഞ്ഞു പോവും. നമ്മൾ കുറെ എല്ലാം അനുഭവിക്കേണ്ട കാര്യമില്ല. ഈ ഞാൻ സമർപ്പണ ബുദ്ധിയിലാണ് ഇതെല്ലാം അനുഭവിക്കുന്നെങ്കിൽ മനസ്സിൽ ബാലൻസ്ഡ് ആയിട്ട് വരും. പിന്നെ എന്നെ ഇതൊന്നും ഈ പ്രാരബ്ധം ഒഴിച്ച് ആഗാമികവും ബാലൻസ് ചെയ്യിക്കുന്ന സഞ്ചിതവും എല്ലാം വാനിഷായി പോവും. ഈ ശരീരം ജനിച്ചുകൊണ്ട് ഈ ശരീരത്തിന്റെ പ്രാരബ്ധം മാത്രം, ഈ ശരീരം എന്ന് വീഴും അതുവരെയുള്ള പ്രാരബ്ധങ്ങൾ അനുഭവിക്കും. പക്ഷെ നമ്മുടെ മനസ്സിനെ അഫക്റ്റ് ആവത്തില്ല. അങ്ങനെയാണ് ഈ ഋഷീശ്വരന്മാരെ നമുക്ക് നോക്കിയാൽ അറിയാമല്ലോ. ഇപ്പൊ രാമകൃഷ്ണ പരമഹംസരും
രമണ മഹർഷിക്കും ഒക്കെ ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്, ശരീരത്തിലുള്ള പ്രാരബ്ധമുണ്ട്. പക്ഷെ അതൊന്നും അവരെ അലട്ടിയിട്ടില്ല. അവരെപ്പോഴും മനസ്സ് ശാന്താവസ്ഥയില്ല. ഇതും നമുക്ക് ഇത് പ്രാക്ടീസിലൂടെ കിട്ടുന്ന, ആർക്കോ കിട്ടുന്ന ഒരു ചില സിദ്ധന്മാർക്ക് സിദ്ധി വിശേഷം പോലെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരുന്ന ഒരു അവസ്ഥയല്ലത്. നിത്യ പരിശീലനത്തിന്റെ ഒരു ഉദാഹരണമായി ഇവരൊക്കെ ജന്മങ്ങളായിട്ട്. അപ്പം നമുക്ക് ഈ ഇതുവരെയുള്ള ജന്മത്തിൽ കിട്ടിയില്ലെങ്കിലും ഈ അവസരങ്ങൾ വന്നു ചേരുന്നു. ഗീത പഠിക്കുന്ന എന്തിനാ? ഇതിന്റെ നമ്മുടെ അവസരം, ആ സമയം വന്നു ചേരുന്നു. ഇനി നമ്മുടെ പ്രയത്നം ആവശ്യമാണ് ഇതിനെ. ഞാൻ ഇതിലോട്ട് തിരിഞ്ഞ് ഇതിനെ പ്രയത്നിച്ചാൽ എൻ്റെ ജന്മം ഉയർന്നു. നമ്മൾ ഈ ജന്മത്തിലായി നമ്മൾ ഗ്രഹിച്ച കാര്യങ്ങളെ നിരന്തരം ചിന്തിച്ച് മനസ്സിനെ ഉറപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ജന്മം ഉയരും, തീർച്ചയാണ്. നമ്മൾ ഇനിയൊരു നമ്മൾ അനുഭവിച്ച് ഇതുവരെ വന്ന ജന്മത്തിൽ കൂടെ ആയിരിക്കത്തില്ല ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ തന്നെ വന്നിരിച്ചിരുന്നത്. പക്ഷെ നമ്മൾ അറിയുന്നില്ലല്ലോ എന്ന്. പക്ഷെ ഈ ജീവാത്മാവിന് അറിയാം. നമ്മുടെ എൻ്റെ ഈ പരിമിതമായ ലിമിറ്റഡ് ആയിട്ടുള്ള മനസ്സിന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. നാളെ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ എന്തോ അറിയാനാ, അല്ലെങ്കിൽ ഇന്നലെ വരെയുള്ള ആരറിഞ്ഞു ഇതൊക്കെ അത് നമ്മൾ ഇതിനെ സൂക്ഷ്മ ബുദ്ധിയിൽ ഗ്രഹിക്കണം. അപ്പോൾ നമുക്ക് ഈ ചേഞ്ചസ് വരും. അല്ലാതെ നമ്മളെ ആരുടെയും വിശ്വാസമല്ല ഇതൊരു വിശ്വാസം, ഇതൊരു ട്രസ്റ്റ്, ഇതൊരു സത്യമാണ്. കാരണം ഇതൊരു ബോധത്തിലുള്ള കാര്യമാണ്. അല്ലാതെ ഇത് ബോധശക്തിയിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഈ എന്നിലുള്ളൊരു ഈശ്വരനിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഇപ്പം ഞാൻ ഒരു തലയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുമോ? എനിക്ക് തലയുണ്ടെന്ന് എൻ്റെ ഒരു കൺവിക്ഷനാണ്. എന്ന് പറഞ്ഞ പോലെ എന്നിലൊരു ബോധമുണ്ടെന്നുള്ള എനിക്കറിയില്ല. ഞാൻ ബോധത്തിലായിരിക്കുന്നേ. നമ്മൾ പറയുന്നത് ഈ ബോധമില്ല. ഈ ബോധം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വല്ലതും പറഞ്ഞു അറിയിപ്പിക്കാൻ പറ്റുമോ ബോധത്തിന്? പക്ഷെ ബോധമുണ്ടെന്നുള്ള ഓരോരുത്തരുടെ അനുഭവം ഇല്ലയോ? ഞാൻ ബോധത്തിലാണ് ഇരിക്കുന്നതെന്നുള്ള നമ്മുടെ എല്ലാ അനുഭവമാണ്. പക്ഷെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഈ ശുദ്ധമായ ബോധമാണ് പരമാത്മ ചൈതന്യം. അതിൻ്റെ ഒരു പാർട്ട് ഈ വാസനയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത്, നമ്മളിതൊക്കെ കേൾക്കുന്നത്. അപ്പം ഈ ഒരു പരമമായ സത്യം ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈശ്വരൻ ഇല്ലെന്ന് പറയും ഇവിടെ വാദിക്കുന്നവരും. വാദിക്കുന്നതെല്ലാം ഈ ഈശ്വരന്റെ ശക്തിയിലായിരുന്നു വാദിക്കുന്നത്. ഈശ്വരൻ ഇല്ലെന്ന്. ഏതാണ് ഈശ്വരൻ? അതാണ് അതാ പറയുന്നത്, നമ്മൾ ഈ നിലനിർത്തുന്ന ഒരു ആധാരമുണ്ട് എല്ലാത്തിനും. ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നതിൻ്റെ ഒരു ബേസ് ഉണ്ട്, ഒരു ആധാരം. അതാണ് ഈശ്വരൻ. അല്ലാതെ നമ്മളൊരു ചില രൂപങ്ങളോ ഇതൊന്നും അല്ല. ഇതൊരു തത്വമാണ്. നമ്മൾ തത്വത്തെ ഗ്രഹിക്കണം. ഇല്ലേ, നമ്മൾ എന്തെല്ലാം പഠിച്ചിരിക്കുന്നു. ഇപ്പം നമ്മൾ എന്തെല്ലാം ഓരോ തത്വങ്ങളല്ലേ പഠിച്ചിരിക്കുന്നത്. അതിനെല്ലാം കണ്ടിട്ടാണോ അതൊക്കെ പഠിച്ചത്? അപ്പം ഇതെന്റെ അനുഭവമാണ്. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ഈ പ്രിൻസിപ്പളിൻ്റെ ഒരു റെപ്രസെൻറ്റേഷന് വേണ്ടി നമ്മൾ പലതും കേസ് സ്റ്റഡി ആയിട്ട് എടുത്ത് പഠിക്കുന്നു. പക്ഷേ ഈ തത്വത്തിനെ ഞാൻ ഗ്രഹിച്ചാൽ ഇത് എൻ്റെ ജന്മത്തിനെ ഉയർത്തും. അതൊരു സത്യമാണ്, പരമാർത്ഥ സത്യമാണ്. ഇതിനെ ഉൾക്കൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് മുൻ ശ്ലോകത്തിൽ സൂചിപ്പിച്ച പോലെ ഏത് സാഹചര്യത്തിലും തികഞ്ഞ സമചിത്തത പാലിക്കുന്ന യോഗി എന്ന് വെച്ചാൽ നമ്മുടെ അവസ്ഥയല്ല പറയുന്നത്, എലിവേറ്റ് ആയിട്ടുള്ള ഇതിനെ എല്ലാം സമചിത്തത പാലിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ആൾ യോഗിയാവും. ബുദ്ധിപരമായ സുഖദുഃഖങ്ങൾ ചിന്തകളോ മാനസികമായ ജയാപജയ സങ്കല്പങ്ങളോ ശാരീരികമായ ലാഭാലാഭ ഭാവങ്ങളോ അലട്ടാത്ത തൻ്റെതായ ഒരു ലോകത്തിൽ. ഇപ്പം നമ്മുടെ പ്രശ്നം എന്തുവാ? നമ്മൾ ഇതൊക്കെ നമുക്ക് സുഖവും ദുഃഖവും വന്നാൽ, ലാഭനഷ്ടം വന്നാൽ, നമ്മുടെ ഈ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അനുഭവങ്ങളുണ്ടല്ലോ, അനുകൂല പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പൊങ്ങിയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഏത് വന്നാലും ഞാൻ ഇളകാത്ത പോലെ, ഒരു ദീപസ്തംഭത്തെ പോലെ ഏത് തിരമാലകളൊന്നും അടിച്ചാലും ദീപസ്തംഭത്തിന് ഒരു ഭാവവും ഇല്ല. അതിന് ഈ അലകൾ ഏത് തരത്തിലുള്ള വലിയതായാലും ചെറുതായാലും ഏത് അലകൾ വന്നാലും അത് നിശ്ചലമായി നിൽക്കുന്നത് പോലെ എൻ്റെ മനസ്സിൽ നിൽക്കാൻ ഞാൻ ഒരു പ്രാക്ടീസ് കൂടെ സാധിച്ചാൽ പിന്നെ എനിക്ക് അനന്യസാധാരണമായ ഒരു പ്രശാന്തി, ശാന്തത അനുഭവിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മൾ സ്വസ്ഥമായിരിക്കും. ഏത് അനുഭവം വന്നാലും, ശരീരത്തിനോ ബന്ധുക്കൾക്കോ നമ്മുടെ പണത്തിനോ എന്തു വന്നാലും ഇതൊന്നും നമ്മുടെ മനസ്സിനെ അലട്ടത്തില്ല. അപ്പം ഇതാണ് എൻ്റെ സ്വസ്ഥതയ്ക്ക് കാരണം ഞാൻ തന്നെ, മറ്റുള്ളവരല്ല. ശരീര മനോബുദ്ധി തലങ്ങളിൽ എത്ര കണ്ട് നിസ്സംഗനായി നിൽക്കാൻ കഴിയുമോ അത്ര കണ്ട് അഹന്ത, ഞാൻ കർത്താവും ഭോക്താവുമാണെന്നുള്ളത്, ഞാനാണ് ഈ അനുഭവിക്കുന്നത്, ഞാൻ ഭാവം ഇല്ലാതാവും. അത് അത്ര കണ്ട് അഹന്ത ഇല്ലാതാവും. ഇങ്ങനെ താൻ ഭോക്താവാണെന്ന തോന്നൽ തന്നെ ഇല്ലാതായ യോഗിയെ സംബന്ധിച്ചിടത്തോളം
അനുഭവിക്കാൻ ഇനി കർമ്മഫലം ബാക്കി നിൽക്കുന്ന എന്ന് പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെ ഒരു മനസ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ നമുക്ക് ബാലൻസ് വേറെ അനുഭവിക്കാൻ കർമ്മഫലമില്ല. ഈ പ്രാരബ്ധമുണ്ട്, അത് ഈ ശരീരത്തിൻ്റെയാണ്. എനിക്ക് ആ ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ബാക്കിയെല്ലാം പോയി കഴിഞ്ഞു. ഈ ശരീരത്തിന്റെ പ്രാരബ്ധം, ശരീരം അനുഭവിക്കേണ്ടത് ആ ജന്മം എടുത്ത ഈ അനുഭവങ്ങളെ അനുഭവിക്കാനാ. പക്ഷെ എൻ്റെ സൂക്ഷ്മ ശരീരത്തിനെ അത് ബാധിക്കത്തില്ല. കാരണം എന്താ? അത് സമബുദ്ധിയിൽ എത്തിക്കഴിഞ്ഞു. എന്നുവെച്ചാൽ ഞാൻ ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഒന്നും നമുക്ക് ബാധകമേ അല്ല. നമുക്ക് അങ്ങനെ ഈ ജീവിതത്തിൽ ഈ ശരീരം വിടുന്നതിന് മുമ്പ് അങ്ങനെ ഒരു അവസ്ഥ കൈവരിക്കാൻ പറ്റും. അതൊരു സത്യാവസ്ഥയാണ്. ഇതൊരു വിശ്വാസമല്ലത്. ഈ അധ്യായത്തിൽ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്ന ആർക്കും വ്യക്തമാകും കർമ്മസിദ്ധാന്തം കൃഷ്ണന്റെ പുത്തൻ ആശയമല്ലെന്ന്. ഹിന്ദുമതത്തിലെ പഴയ ആശയത്തെ തന്നെ പുതിയ രീതിയിൽ കൃഷ്ണൻ ഇവിടെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. ആശയത്തിലല്ല, ആവിഷ്കരണത്തിലാണ് ഗീതയുടെ പുതുമ. അധപ്പതനത്തിന്റെ വക്കത്തോളം എത്തിയ ഹിന്ദുമതത്തെ പുനരുദ്ധരിക്കാൻ ഈ നവീകരണത്തിന് കഴിഞ്ഞു. 7000 കൊല്ലങ്ങൾക്ക് മുമ്പ് ശ്രീ വ്യാസഭഗവാൻ കൊളുത്തിയ ആ ഭദ്രദീപം ഗീത ഇന്നും മാനവരാശിക്ക് വെളിച്ചമേക്കൊണ്ടിരിക്കുന്നു. അത് ഈ മനുഷ്യന്റെ അധപ്പതനം അതാ. ഇത് കൃഷ്ണന്റെ ഒരു തിയറി അല്ല. ഇത് ഈ ഭഗവത്ഗീത കൃഷ്ണൻ ആ ഭഗവാന്റെ വാക്കുകളിൽ കൂടെ അർജുന് വന്നെങ്കിലും ഈ കൃഷ്ണൻ എല്ലാത്തും പറയുന്നുണ്ട് ഇത് പണ്ടേ നിലനിൽക്കുന്ന ഒരു ഇതാണ് ഞാൻ ഈ പറയുന്നതെന്നാ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എൻ്റെ ഒരു കണ്ടുപിടുത്ത കൃഷ്ണന്റെ ഒരാടെ ഒരു ഓതർ അല്ലേ കൃഷ്ണൻ. ഇതിന്റെ ഓതർ അല്ല. ഈ സത്യങ്ങളെല്ലാം ഈ പരമാത്മ ചൈതന്യം ആ കാലത്തോളം ഈ സത്യങ്ങളാണ് നിലനിൽക്കുന്നത്. അത് ഒരു അവതാരത്തിനാൽ അത് നമ്മൾ പറയപ്പെട്ടെന്നല്ല, അവതാരത്തിന്റെ കണ്ടുപിടുത്തങ്ങളല്ല. നമ്മൾ ഇങ്ങനെ അതാ പറഞ്ഞത്, നമ്മളെല്ലാവരും അവതാരങ്ങളാ, നമ്മളെല്ലാവരും ഈശ്വരന്റെ അംശമാ. അങ്ങനെ ഈ എലിവേറ്റ് ആയിട്ടുള്ള ഒരു ആത്മാവാണ് ഇത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്നത്. തളർന്ന ഒരു ആത്മാവിനോട് തളർച്ച ഇല്ലാത്ത ഒരു ആത്മാവ് പറഞ്ഞിരിക്കുന്നു. ഇതാണ് കൃഷ്ണൻ അർജുനെ ഉപദേശിച്ചിരിക്കുന്നത്. ഇത് നമുക്കും ബാധകമാണ്. നമ്മളും തളരുന്നുണ്ട്, നമ്മളും അർജുനന്മാരാ. എനിക്കും ഈ കൃഷ്ണാവസ്ഥയിലോട്ട് എനിക്കും ലയിക്കാം. അതാണ് അവസാനം അർജുനനൊക്കെ അവസാനം ഇത് ഈ മോക്ഷപ്രാപ്തിയാണ് അവർക്കെല്ലാം സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോൾ ഈ കർമ്മഫലം നമ്മൾ ജന്മം എടുത്തിരിക്കുന്നത് പ്രാരബ്ധം അനുഭവിച്ച് തീരുമ്പോഴത്തേക്കും ഈ ജന്മം ശരീരം ഇത് കഴിയും. പക്ഷെ അതിന് മുമ്പേ എൻ്റെ മനസ്സിനെ ഈശ്വരൻ ലയിപ്പിക്കാൻ പറ്റും. അതിനെയാണ് നമുക്ക് ശ്രമിക്കേണ്ടത്. ആ ഒരു അവസ്ഥയിലോട്ട്, അതാണ് പരമമായ ശാന്തി, സ്വസ്ഥത. അതാണ് മോക്ഷാവസ്ഥ. ഇനി ഒരു 5 മിനിറ്റേ ഉള്ളൂ. 40ാമത്തെ ശ്ലോകം ഇത് നല്ലൊരു ശ്ലോകമാണ്. നമ്മൾ ഈ ഈ നാളെ വായിക്കാം. അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത് നമ്മളിവിടെ ഇപ്പം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടി ഈ ഗീത പഠിച്ചിട്ട് ഈ ശാസ്ത്രങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞാൻ ഓരോ എഫർട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നിരിക്കുക. നമ്മൾ ഇതിനിടയിൽ നമ്മളങ്ങ് മരിച്ചു പോകും ചിലപ്പം. പക്ഷെ എൻ്റെ ജന്മം അവിടുന്നായിരിക്കും തുടങ്ങുന്നത്. പിന്നെ ഇത് ആദ്യം തൊട്ട് പഠിക്കണം, അങ്ങനെ ഇത് വരത്തില്ല. എത്രയോ നമുക്ക് ഇതുണ്ട്. ചില കുട്ടികളൊക്കെ ഒരു ഇതും പറഞ്ഞു കൊടുക്കാതെ ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിവീലാകുന്ന എത്രയോ കൊച്ചു കുട്ടികളുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ അടുത്ത ജന്മം ഒരു ഉയർന്ന ജന്മം കിട്ടും. പിന്നെ അവിടെ നിന്നുള്ള യാത്ര വളരെ എളുപ്പമായിരിക്കും. അപ്പം ഇത് മറ്റുള്ള ഒരു കർമ്മത്തിന്റെ കൂട്ടല്ല. മറ്റ് സാധാരണ കർമ്മങ്ങൾ എങ്ങനെയാ? എന്തെങ്കിലും ഒരു കർമ്മം മുഴുമിച്ചില്ലെങ്കിൽ പിന്നെ അവിടെ തൊട്ട് തുടങ്ങാൻ പറ്റുമോ? പിന്നെ ആദ്യം തൊട്ട് തുടങ്ങണം. ഇതങ്ങനില്ല. അതാണ് ഈ ആത്മീയമായിട്ടുള്ള യാത്രയിൽ നമ്മൾ എത്രത്തോളം ഉയർന്നിട്ടുണ്ടോ നമ്മൾ അതിനുള്ളിൽ നമ്മൾ ഈ ലോകത്ത് ഈ ശരീരം വിട്ടുപോയാലും അടുത്ത ജന്മം ഒരു ഉയർന്ന ജന്മം കിട്ടും. അവിടുന്ന് എനിക്ക് ആ യാത്ര തുടരാം. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് നാളെ വായിക്കാം. എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഇനി ഒരു 5 മിനിറ്റേ ഉള്ളൂ. എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പറയാം. ആർക്കൊന്നും പറയാനില്ലല്ലോ, അല്ലയോ? ശരി, നമുക്ക് നാളെ കാണാം.
സ്റ്റോപ്പ് ചെയ്യുന്ന ഇവിടെ. അത്